IPL 18ാം സീസണിലെ നിർണായക മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 50 റൺസിന് പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ പ്രവേശിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിലൂടെ പ്ലേ ഓഫിൽ എത്തുന്ന 4ാമത്തെ ടീമായി മുംബൈ മാറി. ഗുജറാത്ത്, ബംഗളൂരു, പഞ്ചാബ് എന്നീ ടീമുകൾ ഇതിനകം പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. മുംബൈ ആരാധകർക്ക് നല്ല വിശ്വാസമുണ്ട് ഇത്തവണ കപ്പടിക്കുന്നെങ്കിൽ അത് മുംബൈ തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ സീസണിൽ മികച്ച മത്സരമല്ല മുംബൈ കാഴ്ചവെച്ചത്. ഈ സീസണിലെ ആദ്യ 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും തോറ്റ മുംബൈ ഇന്ത്യൻസ് 9ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ അതിനുശേഷം തുടർച്ചയായ 6 മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നിരുന്നാലും ഇന്നലെ രാത്രിയിൽ നടന്ന മത്സരത്തിലെ ആദ്യ 18 ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസിന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. എന്നാൽ അതിനുശേഷം സൂര്യകുമാർ യാദവും നമൻദീറും മറക്കാനാവാത്ത ഇന്നിംഗ്സ് കളിച്ച് ടീമിന്റെ സ്കോർ 180 റൺസിലെത്തിച്ചു. ഇതിനുശേഷം മുംബൈയുടെ പരിചയസമ്പന്നരായ ബൗളർമാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മിച്ചൽ സാന്റ്നർ 4 ഓവറിൽ 11 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടി. ബുംറയാവട്ടെ 3.2 ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടി. ഇവർ മികച്ച പ്രകടനവും കാഴ്ചവെച്ചു. ഡൽഹി ക്യാപിറ്റൽസ് വെറും 121 റൺസിന് ഓൾ ഔട്ടായി. അവസാന ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 48 റൺസ് നേടിയ സൂര്യകുമാർ നമാൻ സഖ്യം ബുംറയും സാന്റ്നറും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. പക്ഷേ മുംബൈയുടെ വിജയത്തിന്റെ അടിത്തറ പാകിയത് അവരുടെ അവസാന 2 ഓവറുകളിലെ ബാറ്റിംഗിലാണ്. വാസ്തവത്തിൽ മുംബൈ നേടിയ 180 റൺസ് 18ാം ഓവർ വരെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. 18ാം ഓവർ വരെ മുംബൈ 5 വിക്കറ്റിന് 132 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. ഒരു വശത്ത് സൂര്യകുമാർ യാദവ് 35 പന്തിൽ 45 റൺസ് നേടി കളിക്കുകയായിരുന്നു. നമൻദീർ സൂര്യക്കൊപ്പം ഉണ്ടായിരുന്നു.